ഇപ്പം നമുക്ക് അങ്ങനെ ലൈവ് വിചാരിച്ച പോലെ ഒന്നും ചെയ്യാനായിട്ടൊന്നും പറ്റണില്ല. എനിക്ക് പിന്നെ ഈ പറഞ്ഞ പോലെ തലവേദന ഇടയ്ക്കിട്ട് വരുന്നുണ്ട്. അപ്പം അത് മൈഗ്രാനിലിൻ്റെ എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പം എനിക്ക് അങ്ങനെ ഇരിക്കാനായിട്ട് അധികം പറ്റണില്ല. പിന്നെ ഒന്നാമത്തേല് സുടുമ്പോൾ പിന്നെ ഇങ്ങനെ ഹെയറിൽ ഇങ്ങനെ പിടിച്ച് വലിക്കണ കാരണം കൊണ്ടേ അപ്പോൾ ഭയങ്കര ജീവൻ പോണ വേദനയാണത്. ഈ മുടി പിടിച്ച് ഞാൻ എങ്ങനെ പൊക്കി വെച്ച് കിട്ടിയാലും അവൻ്റെ കൈ എന്തായാലും തലയിലേക്ക് തന്നെ പോകുന്നുണ്ട്. അപ്പം എനിക്കിപ്പോൾ ഈ തലവേദനയും കൂടി ഇതുള്ള കാരണം കൊണ്ട് നമുക്ക് എന്താ പറയുക, നിങ്ങൾക്കറിയാലോ ഈ തലവേദന വന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. സത്യം പറയാലോ, തലയ്ക്കങ്ങോട്ട് ഉണ്ടല്ലോ, തലവേദന വന്നു കഴിഞ്ഞാൽ തല അങ്ങോട്ട് പ്രാന്ത് പിടിച്ചെടുക്കണ പോലെ ഒരു സംസാരമോ മൊബൈലെടുക്കാനോ ഒന്നിനും സത്യത്തിൽ പറ്റില്ല. സൗണ്ടോ ഒച്ചപ്പാടോ ബഹളോ അതൊന്നും കേൾക്കാനായിട്ട് പറ്റണില്ല കേട്ടോ. അതാണ് കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ വീഡിയോ ഇടാനും ഒന്നിനും പറ്റിയായിരുന്നില്ല. ഷോർട്സ് ആയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഇട്ട് പോയിന്നുള്ളൂ കേട്ടോ. എന്താ പറയുക, ചില സാഹചര്യങ്ങൾ കൊണ്ട് ഇടാനായിട്ടൊന്നും പറ്റണില്ല. അതേ സുടുക്കൂട്ടം ദേ കിടന്ന് ഉറങ്ങണമെങ്കിൽ ഉറക്കം വരുന്നുണ്ട് കേട്ടോ. അതേ കിടന്ന് ഉറങ്ങാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉറങ്ങിക്കോട്ടെ. ഞാനപ്പോൾ സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ഡ്രസ്സൊന്നും മാറിയിട്ടിട്ടില്ല. അതേ വേഷം ഇട്ടിട്ട് തന്നെയാണ് ഞാൻ വീഡിയോ ചെയ്യണത്. അവൻ എന്തായാലും വീഡിയോ ഇട്ടിട്ട് പിന്നെ മാറിയിടാലോ എന്നൊക്കെ വിചാരിച്ചത്. സുടുക്കൂട്ടനാണെന്നുണ്ടെങ്കിൽ ഇതിൽ കിടന്ന് ഉറക്കം വരുന്നുണ്ട്. ഉറക്കത്തിൻ്റെതായ ഒരു വാശിയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇന്നത്തെ രാത്രി എന്തേലും പോയി, ഇന്നെന്തേലും ഇപ്പോൾ നൈറ്റ് ഉറങ്ങാൻ പോകുന്നില്ല സുടുമ. ഇനിയിപ്പോൾ ഇന്നത്തെ നൈറ്റ് ഞങ്ങൾ എന്തെങ്കിലും ഉറക്കൊളിച്ച് ഫുള്ളായിട്ട് ഇരിക്കേണ്ടി വരും. ഇന്നിപ്പോൾ ഇത് കണ്ട സുടുക്കൂട്ടന് ഉറക്കം വരുന്നുണ്ട്. വെളുപ്പിന് 4:30 എണീറ്റിരിക്കുന്ന മഹാനാണ് ഇട്ടത്. ഈ നേരമായിട്ടും അമ്മ നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് എവിടേക്ക് പോവാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അവൻ ഉറങ്ങാണ്ടിരുന്നത്. കൊച്ചിക്കള്ളൻ. ഇനിയിപ്പോൾ ഇത് അവൻ കിടന്ന് ഉറങ്ങാൻ പോവാണ്. എന്നാ ശരി, ഞാൻ എന്തെങ്കിലും സുടുക്കൂട്ടനെ കിടത്തി ഉറക്കാനൊക്കെ ആയിട്ട് നോക്കട്ടെ കേട്ടോ. ഞാനൊരു ചെറിയൊരു വീഡിയോ ഇട്ടെന്നുള്ളൂ കേട്ടോ. എന്ന് നമുക്ക് ഇങ്ങനെ ഇരുന്ന് വീഡിയോ ഇടാനോ ഒന്നിനും പറ്റണില്ല സത്യത്തിൽ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തീരെ പറ്റണില്ല. എനിക്ക് ഇരുന്ന് വീഡിയോ ഒക്കെ ചെയ്യണം, എനിക്ക് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ ഞാൻ വിചാരിക്കല് മാത്രമേ ഉള്ളൂ കേട്ടോ. പറ്റണില്ല, എന്നെ കൊണ്ട് സാധിക്കണില്ല. പിന്നെ എനിക്ക് അവനെ എടുത്തു കൊണ്ടുപോയിട്ടൊന്നും നടക്കില്ല വീഡിയോ എടുക്കലൊന്നും. പിന്നെ എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത് ഈ ഡൈപ്പറൊക്കെ ഉണ്ടല്ലോ, നിങ്ങളൊക്കെ എന്താ ചെയ്യണേ? എനിക്ക് എൻ്റെ സുടുക്കൂട്ടിന് ഒരു ഷാർട്ട് നിറച്ച് വെച്ച് കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ അവിടെ ഹസ്സിൻ്റെ വീട്ടിൽ കൊണ്ടുപോയിട്ടാണ് കേട്ടോ ഇടുന്നത്. അവിടെ ഒരു പൊട്ട കുഴി പോലെ ഇതുണ്ട്. അപ്പം അതിൽ കൊണ്ടുപോയിട്ടാണ് ഞാൻ ഇടുന്നത്. ഇത് സത്യത്തിൽ ഞങ്ങൾ കുറയാകുമ്പോൾ കത്തിച്ചൊക്കെ കളയാണ് ചെയ്യാറ്. ഇപ്പോൾ തൊട്ടടുത്തടുത്തടുത്ത് വീടുകളായി കാരണം കൊണ്ട് നമുക്ക് അങ്ങനെ പറ്റില്ലല്ലോ, കത്തിക്കലും പിടിക്കലും ഒന്നും നടക്കില്ല. അപ്പോൾ നിങ്ങളൊക്കെ എന്താ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നോളൂ. ഇത് ഒരു ലോഡിന് മാത്രം ഉണ്ട് കേട്ടോ, അതിന് മാത്രം ഉണ്ട് ഡൈപ്പർ. അപ്പം നമുക്ക് ഈ ഉപ്പ് ഇട്ടിട്ടൊക്കെ ചെയ്യാനൊക്കെ ആയിട്ട് വീഡിയോയിൽ ഞാൻ കണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ കുറച്ചുള്ള ആൾക്കാരുകൾക്കൊക്കെയാണ് അത് നടക്കുള്ളൂ എന്ന് തോന്നണം കേട്ടോ. നമുക്ക് കുറേ യൂസ് ചെയ്യുന്നവർക്കൊന്നും പറ്റില്ല എന്ന് തോന്നണത്, എനിക്ക് തോന്നണത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുടുമോനൊക്കെ അതിന് മാത്രം മാറുന്നുണ്ട്. ഞാനൊക്കെ ഇവിടെ 2 ചാക്കൊക്കെ നിറച്ച് വെച്ചിട്ടാണ് കേട്ടോ ഡൈപ്പർ. ഇത് എവിടെയെങ്കിലും കൊണ്ട് ഇപ്പം അവിടെ ഹസ്സിൻ്റെ വീട്ടിൽ ഇങ്ങനെ ഒരു കിണറിങ്ങനെ മൂടിയിട്ടുണ്ട്. അപ്പോൾ അവിടെ മൂടിയയിലാണ് കൊണ്ടിടുന്നത്. അതെന്തായാലും അറിയാനായിട്ട് മണ്ണിട്ട് നികത്താനുള്ള സ്ഥലമാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ഇപ്പം അതിലാണ് കൊണ്ടിടുന്നതൊക്കെ കേട്ടോ. ഞാൻ അങ്ങോട്ട് പോകുമ്പോഴാണ് അപ്പോൾ ബാക്കിൽ വെച്ചിട്ട് ഇത് കൊണ്ടുപോകാണ് കേട്ടോ ചെയ്യണത്. നമ്മുടെ ഇവിടെയൊക്കെ മുൻപൊക്കെ ഇങ്ങനെ കുഴിയൊക്കെ കുഴിച്ചിങ്ങനെ ഡൈപ്പർ ഈ സാധനങ്ങളൊക്കെ ഒന്ന് കുഴിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജീർണിച്ച് പോവില്ല കേട്ടോ. അത് അങ്ങനെ തന്നെ കിടക്കുള്ളൂ. അപ്പോൾ അത് അതേപോലെ ആരും കുഴിച്ചിട്ടിട്ടൊന്നും കാര്യമൊന്നുമില്ല, അതേപോലെ തന്നെ പൊന്തി വരും. അപ്പോൾ കത്തിച്ച് കളയാണ് പിന്നെ സേഫ്. അപ്പോൾ നല്ലൊരു പണിയാണ് കേട്ടോ അതൊക്കെ നല്ലൊരു പണിയാണ്. അതൊക്കെ ചെയ്യുമ്പോഴാണ് കേട്ടോ അറിയുള്ളൂ. അപ്പോൾ ദേ സുടുക്കൂട്ടൻ ഉറക്കം വരുന്നുണ്ട് കേട്ടോ. ഞാനപ്പോൾ പാവത്തിനെ കൊണ്ട് കിടത്തി ഉറക്കട്ടെ. അമ്മ ഇങ്ങനെ വീഡിയോ എടുത്ത് ഇങ്ങനെ ചിറ്റിക്കാണ് കൊച്ചിനെ. അമ്മ ഡ്രസ്സ് മാറിയിട്ടിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് വീഡിയോ ഒക്കെ ഇങ്ങനെ എടുക്കാണ്. അപ്പോൾ അതിൻ്റെ സുടുമോന് ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ ടാറ്റ ബൈ ബൈ, എല്ലാവരും വീഡിയോ പോയി കാണും കേട്ടോ. ശരി എന്നാൽ ഓക്കെ.